ഹലോ അസ്സലാമലൈക്കും ഗൈസ്, ഇന്ന് നമുക്കൊരു സർപ്രൈസ് വീഡിയോ ആക്കിയാലോ. അപ്പൊ ഈ ഒരു വീഡിയോ ഓലിട്ടതിന് ശേഷവും ഞാൻ സർപ്രൈസ് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സർപ്രൈസ്. ഇങ്ങനെ കണ്ട് പഠിക്ക്, കണ്ടില്ലേ? ചക്കര ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓല് വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. അതായത് ചക്കരയുടെയും നിജാസിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നേക്ക് രണ്ടാമത്തെ വർഷമല്ലേ? ഓക്കെ, രണ്ടാമത്തെ തന്നെ തോന്നുന്നുണ്ട് ഗൈസ്. രണ്ടാമത്തെ വർഷം തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ആ വെഡിങ് ആനിവേഴ്സറി ചക്കര നിജാസിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. എവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരിക്കണം. ഒന്നും ഞാൻ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവര് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വൈകുന്നേരത്ത് എനിക്ക് ഒഴിവുണ്ടോ ഉണ്ടെങ്കിൽ എന്റെ കൂടെ പോരുമോന്നൊക്കെ ചോദിച്ച് സെറ്റ് ആക്കിയൊക്കെയാണ്. അപ്പോ ഇത് പെട്ടെന്നാവുകൊണ്ട് നമ്മളെ ഭാഗം എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം കിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ ഇരിക്കുമ്പോ ചക്കര എന്നോട് ചോദിച്ചു, ഭാവി നൗഫലുങ്ങൾക്ക് നാളായിട്ടേ പോവാണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ലേണിംഗ് പരീക്ഷ ഉണ്ട്, നിങ്ങൾ എപ്പോഴാ വരും ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ നോളെന്ത് പല എനിക്ക് എന്തേലും ഉണ്ടോ ചോദിച്ചു. ഞാൻ നിജാസിന് ഇത് കൊടുക്കാൻ വിചാരിച്ചു, സർപ്രൈസ് ഞാൻ ചോദിച്ചു നോക്കട്ടോന്ന് പറഞ്ഞു. ഇവിടെ നല്ലട്ടോ പെരുന്തമണ്ണൊക്കെ എത്തണം ഗൈസ്. പിന്നെ അപ്പൊ രാത്രിയാണ്, ഇപ്പൊ ഈ രാവിലെയാണ്. നമുക്ക് അറിയില്ല, നമുക്കൊന്നും അറിയില്ല. ഞാനും ഗിഫ്റ്റ് ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്ത്, അതുകൊണ്ട് നമുക്കൊന്നും വലിയൊരു ഗിഫ്റ്റ് ഒന്നും ആക്കാൻ പറ്റിയില്ല. ചെറിയൊരു ഗിഫ്റ്റ് ഞാനും കൊടുക്കാന്ന് വിചാരിച്ച് കൊടുക്കുന്നതിലാണല്ലേ. പിന്നെ പറിച്ചില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് സ്വർണത്തിൽ കുറഞ്ഞതോ ഒരു ഐഫോണിൽ കുറഞ്ഞതോ ഒക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്ക്. ഇതാ ഗിഫ്റ്റ് എന്ന് പറയും. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാ പെരക്കാർക്ക് ആർക്കും അറിയില്ല. എനിക്ക് തന്നെ അറിഞ്ഞത് ഞാൻ കുറച്ച് മുന്നെയാണ്. ഓക്കെ, അപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് പെരക്കാരൊക്കെ എന്താക്കിയാണ്, എനിക്ക് പ്രമോഷൻ പരിപാടി ഉണ്ട്. അപ്പൊ ഈ ഇവന്റിൽ എല്ലാരും അപ്പൊ പെരയിലെല്ലാരും എന്താക്കണം, എന്താണ് ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓലൊക്കെ കൂട്ടി പോകും. അങ്ങനെ സിനു നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ പോവാണ്, അതവിടെ കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താക്കാ, ഞാൻ ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് ഓലക്ക് സെറ്റ് ആക്കിയാണ്. അപ്പൊ അതും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി ഓലയൊക്കെ കൂട്ടി പോകണം. 2 കാറിൽ പോകണം. ചക്കര ഈ കാറിലാണ് കയറുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് പോണത്. പൊട്ടാതെ പോയാൽ മതിയായിരുന്നു. എന്താണ് ഗിഫ്റ്റ്, എന്താണ് സർപ്രൈസ് എന്നൊക്കെ നമുക്കറിയില്ല. എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയും. ഇവിടെ ഇതാണ് ഗൈസ് ഞങ്ങൾ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആണ് ഗൈസ്. ഗിഫ്റ്റ് നമ്മള് ചെറിയ നേരം കൊണ്ട് ഞങ്ങളൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അധികമൊന്നുമില്ല, വല്ലാതെ എക്സ്പെക്ട് ചെയ്യരുത്. കുറച്ച് മുട്ടായും കുറച്ച് സ്പ്രേയും പിന്നെ നല്ല പെർഫ്യൂം. അപ്പൊ നമ്മുടെ നാട്ടിലെ തൃക്കടിയിൽ തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാരണം എന്റെ ഫോണിൽ ചാർജ് ഉണ്ടാകുന്നില്ല. മൊബൈൽ ഇതിൽ അതായത് തൃക്കടിയിൽ പുതിയ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതേമാതിരത്തെ ഗിഫ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സെറ്റ് ചെയ്യാം. വേറെ എവിടെയല്ല, നമ്മുടെ തൃക്കടിയിൽ സെന്ററിൽ പുതിയ ബിൽഡിങ്ങിൽ ഫ്ലോറ എന്നാണ് അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഓൽക്കുണ്ട്. നിങ്ങൾ തൃക്കടിക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തോളി. ഇതുപോലെ വെഡിങ് ആനിവേഴ്സറിക്കാണെങ്കിലും ബർത്ത്ഡേക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധനം സെറ്റാക്കി കിട്ടും. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു, അല്ല അരമണിക്കൂർ മുന്നേ പറഞ്ഞു. നമ്മൾ ഒറ്റപ്പാലത്ത് ഇവിടെ എത്തിയപ്പോഴേക്ക് പോലൊക്കെ സെറ്റാക്കി. ഫോട്ടോ വരെ ഞാൻ അയച്ചു കൊടുത്തു. അതൊക്കെ ആക്കി സെറ്റാക്കി ഓലിതിൽ ചെയ്തു തന്നു അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും ഇനി നമുക്ക് പെരയിലെത്തി. ഈ ഗിഫ്റ്റ് കാണാതെ എടുത്തു നോക്ക്, കവറിലെടുത്ത് നോക്ക്. ഇനി പെരക്കാരെയൊക്കെ കൂട്ടി ഓലൊക്കെ ഡ്രസ്സ് മാറി നിൽക്കുന്നുണ്ടാവും. നേരെ നമ്മൾ പെരിന്തൽമണ്ണയിലോട്ട് പോകണം. അതിന് മുന്നേ അല്ലേ കണ്ണാടി ഇട്ട് നോക്കട്ടെ. കണ്ണാടി എങ്ങനെയാ അബട്ടര കണ്ണാടി ഇട്ടേ. കണ്ണാടി ഈ തലയിലെന്താ പൂച്ചയാണ് മ്യാവ് പറയണേ. ഇറങ്ങി നല്ല മഴ കാണാനില്ല. ഈ മേശമേ എന്നാ ആ മേശമ്മ നോക്കി. ഏതോ ഒരു മേശമ്മ ഇരിക്കുന്നുണ്ട്. 30 എണ്ണത്തിലേ 18ാമത്തെ ശരിയായിക്കണേ. ആ ഒന്ന് തോറ്റപ്പോ തോറ്റിരുന്നേ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ തോറ്റിട്ട് ഇവിടേക്ക് വരികയെന്ന്. മക്കളെ, നമ്മളെ പെരിന്തൽമണ്ണയിലെ ബ്ലോക്കാണ്. ഇതിനെയൊക്കെ ഒന്ന് കഴിച്ചിലാവണമെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. അങ്ങനെ ചക്കര എന്ത് ഈ കാറില് സിനോ ഇതൊക്കെ ഒരു ഭർത്താവിനോട് സ്നേഹമുള്ള ഭാര്യ ചെയ്ത് കൂട്ടുന്നതാണത്. കണ്ടില്ലേ?
ഉണ്ടോ ഭർത്താവ് അറിയാതെ സർപ്രൈസ് ആയിട്ട് ഭർത്താവിനെയും ഫാമിലിനെയും കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ എന്താ സർപ്രൈസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റും അക്കൗണ്ടില് പൈസ കണ്ടന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളെ വയറ് നിറഞ്ഞു പോയി ഇത്ര കാലം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനൊക്കെ പറ്റണു. ശരിയാ. അങ്ങനെ ചക്കര എന്താ സർപ്രൈസ് പറയാ? ഞാൻ നിങ്ങളെ കിട്ടിയതിന്റെ വീഡിയോ ഇടുള്ളൂ, അത് ഇങ്ങോട്ട് പഠിക്കണ്ട. അതായത് എന്റെ പെരക്കാർക്കൊന്നും നിശ്ചയല്ല. ഇത് ആരുടെ പ്ലാൻ? ഉമ്മാന്റെ പ്ലാനാണ്. ഉമ്മാക്ക് അതിനുള്ള ബുദ്ധി ഇല്ല. ഇതല്ല ഞാൻ വിറ്റല്ല, ഉമ്മാനോട് ചക്കര സർപ്രൈസിന്റെ കാര്യം പറഞ്ഞേക്കണേ. എന്നാ എന്തായാലും അത് അയൽക്കൂട്ടത്തിലാണ്. അവന്റെ മഞ്ഞപ്പത്രത്തില് ന്യൂസ് കൊടുത്ത മാതിരിയാണ്. ഒതുങ്ങിയിരിക്കൂല. ചിലപ്പോ അയലക്കത്തെ ചേച്ചിയോട് വരെ പറയുന്നേ എന്റെ കുട്ടിക്ക് ഇത് കൊടുക്കണ്ടെന്ന് പറയും. അങ്ങനെ നിങ്ങൾ പിടിച്ചു നിന്നോ? സത്യം പറ, നിജാസിന് ചെറുതായിട്ട് ഷൂ ഒക്കെ ഇട്ടിക്കണേ. അത് ചോദിക്കണേ, ഷൂ ഒക്കെ ഇട്ടിക്കണേ, വെള്ള പാന്റ് ഷൂ ഒക്കെ ഇട്ടിക്കണേ. എന്തോ കാര്യം പിടുത്തം കിട്ടിയിരിക്കണേ. അപ്പൊ എന്റെ കായൊക്കെ പോയി. നല്ല ആളോടിച്ചല്ലാതെ അതിനോട് സർപ്രൈസ് പറയുമോ? അരുമ്മ വരില്ലായിരുന്നോ? അപ്പൊ എനിക്ക് പ്രമോഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ തിരിപ്പിച്ച് കൊണ്ടുപോവാണ് ഗൈസ്. അങ്ങനെ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റാ എന്താ ഷർട്ടോ മോളെ. അങ്ങനെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. ഉമ്മ പറയുന്നത് 1 മാസമായിട്ട് ചക്രത്തിന്റെ പിന്നിലാണ്. അത്രയ്ക്കും വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഒരുക്കിയിട്ട്. ഷർട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഓക്കെ. അപ്പൊ പെരിന്തൽമണ്ണ ഇതേമാതിരി വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോ പൂതിയുണ്ടോ? നിങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ഉണ്ടാകുന്നില്ല? നിങ്ങളെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയാന്നില്ല. നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിരുന്നു. ഇപ്പൊ ചക്കര അങ്ങോട്ടാണല്ലോ കൊടുക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് മാത്രം കൈക്കൊണ്ടത് പോകാൻ പറ്റൂലേ? അങ്ങോട്ടും ഇടക്ക് കൊടുക്കണേ. ഇപ്പൊ ചക്കര ആണല്ലേ കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ കാലത്ത് അടിയന്തര ഇനി ഇതൊക്കെ ഇപ്പൊ ഇതെന്താ സംഭവം? മോലേമാര് പറയണ മാതിരി പായരുത്തരോ? എന്താ നിങ്ങൾ നേരം ആഴ്ചയോ ഇപ്പൊ പറഞ്ഞല്ലോ. ഇതൊക്കെ എന്താ? ആഴ്ചയും പൊന്നാര അത്ര നമ്മള് കാട്ടിക്കൊണ്ട് ഇപ്പത്തെ തലമുറകൾ ആണോ? ഓ എന്തായാലും ഗൈസ് നമ്മൾ എത്തിയിട്ടുള്ളത് അങ്ങനെ ചക്കരയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ചക്കര സെറ്റപ്പ് ആക്കിയ സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ചക്കരയുടെ മാപ്പിള ദൂരെ എവിടെ നിർത്തിയെടുക്കുകയാണ്. ഇനി കുറച്ച് വീഡിയോ ഞാൻ ചക്കരയുടെ എടുക്കാം അല്ലേ? സസ്പെൻസ് എടുക്കണ്ടേ? ഫോൺ ഇട്ട് റീൽ എടുക്കണ്ടേ? യൂട്യൂബിൽ കണക്കെടുക്കാണ്ട്. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. ബാക്കി നമുക്ക് കാണാം കേട്ടോ. കയറിക്കോളി ഓരോരുത്തരായിട്ട് കയറിക്കോളി. പാപ്പേ പോരി കേറി. എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണയിലാട്ടുള്ളത്. ഗൈസ് അങ്ങനെ നിജാസ് എന്താക്കാൻ പോകുന്നത്? സർപ്രൈസ് കാണാൻ വേണ്ടി പോകുന്നത്. കണ്ടു ഗൈസ് സർപ്രൈസ് പറഞ്ഞില്ലെങ്കിൽ അവൻ കൂട്ടുകാരനെ വിളിച്ച് അവന്റെ അടുത്തോട്ട് പോണെന്ന് പറഞ്ഞു. പ്രൊമോഷൻ ഞങ്ങള് പാർക്ക് ചെയ്ത് പറയാൻ പറ്റുമോ? ചക്കരയാണ് ചെയ്തിരിക്കുന്നത്, ഞാനല്ല. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഉച്ചക്ക് അറിയണത് ഇവിടെ അങ്ങനെ പോണെന്ന് പറഞ്ഞേ. കണ്ട
ഇതെന്താ എന്നാ കേക്ക് മുറിച്ചോളി. ആദ്യകുട്ടി ആ വന്നു പറയാം. എന്നെ കൊടുക്കണം. എന്നാ ജ്യൂസ് കുടിച്ചോളി. സത്യം പറ, അമ്മ പറഞ്ഞില്ലേ? ആണോ അറിയണ്ട? ഉമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ്ടാണ്. ആര്? ഞാൻ പ്രൊമോഷൻ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തു, കയറി വണ്ടി പാർക്ക് ചെയ്തു. ഉള്ളിലും കയറി ഞങ്ങൾ ഉള്ളിലും കയറി റെസ്റ്റ് അടിക്കുമ്പോൾ നിങ്ങൾ വരട്ടെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എത്തിയിട്ടില്ല, അവിടെ അല്ല പോകാനുള്ളത്. പിന്നെ ഇവിടെ വന്നപ്പോ ഇനിയിപ്പോ വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോകാനാവുള്ളൂ. അങ്ങനെ ഗായ്സ് മതി അല്ലേ? മതി മതി എടി എടി മതി. എന്താ അത്? ആ കേക്ക് മതി മാറ്റി. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും വീഡിയോ ആയിട്ട് കാണാം. ഗൈസ്, ആണുങ്ങളുടെ ബാത്റൂമാണ്. പെരിന്തൽമണ്ണ ടൗണ് മൊത്തം കണ്ടുകൊണ്ട് നമുക്ക് മൂത്രമൊഴിക്കാം. നോക്കി, ഞാൻ ഇവിടെ വന്ന് ബാത്റൂം തരാം. സർക്കസിലെ ബാത്റൂം എവിടെയാണ് നോക്കുമ്പോൾ അത്ര ബാത്റൂം ഒരു കുഴിയും കുത്തിക്കണം അപ്പുറത്ത്. ഗൈസ്, നമ്മൾ നേരെ സർക്കസിലെത്തിയിട്ടുണ്ട്. സർക്കസിൻ്റെ ഉള്ളിൽ ഫോട്ടോ അനുവദനീയമല്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ കാണിക്കാം ഗൈസ്. നിങ്ങളൊക്കെ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനല്ലേ? ഈ പെണ്ണുങ്ങളുടെയൊക്കെ സോഴ്സിലുണ്ടായിരുന്നു അല്ലേ?